ഇറാനുമായിട്ടുള്ള സമാധാന കരാർ പൂർണ്ണമാവുകയും ആ ഉടമ്പടികളിൽ ഒപ്പുവെക്കുകയും ചെയ്താൽ അത് 8 രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കും. അത് എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടല്ല അത്. കാരണം ഇക്കാലം അത്രയും ഇറാന്റെ സ്വത്തുവകകൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ തടഞ്ഞു വെക്കപ്പെട്ടിരുന്നു ഉപരോധം മൂലം. അത് എല്ലാം ഡോളറിലാണ്. ആ തുക തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഇറാന്റെ ഇതുവരെ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുള്ള തുക എത്രയെന്ന് ചോദിച്ചാൽ $120 ബില്യൺ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അവ തടഞ്ഞു വെക്കപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് 11.49 ലക്ഷം കോടി രൂപ വരും. ഈ തുകയാണ് ഇപ്പോൾ തിരിച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം പല രാജ്യങ്ങൾക്കും വന്നിരിക്കുന്നത്. അതിൽ ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇറാന്റെ ആസ്തികളുള്ള രാജ്യം, 20 ബില്യൺ ആണ്. ഖത്തർ 12 ബില്യൺ, ഇന്ത്യ 7 ബില്യൺ, ഇറാഖ് 6 ബില്യൺ, അമേരിക്ക 1.2 ബില്യൺ, ലക്സംബർഗും ജപ്പാനും ഏകദേശം 1.5 ബില്യൺ, പിന്നെ തുർക്കി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ഇറാന്റെ ഈ സ്വത്തുവകകളുണ്ട്. അത് ഈ രാജ്യങ്ങളിൽ തുക പെട്ടെന്ന് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ അത് സാമ്പത്തിക അവസ്ഥയും പല രാജ്യങ്ങളെ ബാധിക്കും. പ്രത്യേകിച്ച് ചൈനയും മറ്റുമൊക്കെ, ഇന്ത്യയും മറ്റുമൊക്കെ അത് സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ US പറയുന്നത് ഇപ്പോൾ ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഉപരോധം അത് ആദ്യം പിൻവലിക്കും. അതിനുശേഷം ആണവ കരാറിൽ ഒപ്പുവെച്ചാൽ, അതായത് ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല, ആണവ മേഖലയിലുള്ള പരീക്ഷണങ്ങൾ നടത്തില്ല എന്നുള്ള ആണവ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി ഈ ഉപരോധം നീക്കും എന്നാണ് പറയുന്നത്. ഈ ഉപരോധങ്ങളെല്ലാം പൂർണ്ണമായി നീക്കിയതിനു ശേഷം മാത്രമേ, അതായത് ഈ ഉപരോധങ്ങൾ ഇറാന്റെ മേൽ ഇതുവരെ ചുമത്തിയിട്ടുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കിയാൽ മാത്രമേ ഈ തടഞ്ഞു വെക്കപ്പെട്ട സ്വത്തുക്കൾ നിങ്ങൾക്ക് വിട്ടു നൽകുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഈ 60 ദിവസം ഉപരോധം, ഈ 60 ദിവസമായി തങ്ങൾ തുടരുന്ന ഉപരോധം പിൻവലിക്കും ഈ കരാർ ഒപ്പിട്ടാൽ. ആദ്യം അടുത്ത ഘട്ടത്തിൽ ഘട്ടം ഘട്ടമായി സമ്പുഷ്ട യുറേനിയവും മറ്റുമൊക്കെ ഞങ്ങൾക്ക് തിരികെ നൽകുന്നതനുസരിച്ച് ഈ തുക ഘട്ടം ഘട്ടമായി നൽകും എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഈ $120 ബില്യൺ ഇറാന്റെ കൈവശം എത്തിയാൽ ഇറാൻ കൂടുതൽ ശക്തമാവുകയും ആ മേഖലയിൽ വലിയ ഒരു യുദ്ധത്തിന് സാഹചര്യം തെളിയുകയും ചെയ്യുമെന്ന് ലോക രാജ്യങ്ങളും കരുതുന്നു. ഏതായാലും ഇന്ത്യ അടക്കമുള്ള 8 രാജ്യങ്ങളെ അലവരസപ്പെടുത്തുന്ന ഇതൊന്നുമല്ല. കാരണം ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. കൊടുക്കാതിരിക്കാനും കഴിയില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിൽക്കുന്നു. ഒരുപക്ഷെ ഇതിന്റെ ഒരു കാലങ്ങൾ ഒരുപാട് എടുത്തേക്കാം, ഇല്ല എങ്കിൽ വളരെ പെട്ടെന്ന് ഇത് സംഭവിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് മലയാളം.